നിലമ്പൂർ UDF സ്ഥാനാർത്ഥി ചർച്ചകൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തിനെ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ നിർണായകമായ കൂടിക്കാഴ്ചകളൊക്കെ KC വേണുഗോപാൽ സോണിയാഗാന്ധിയുമായി നിർണായകമായ കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയ ശേഷം ഇപ്പോൾ ഇതാ ഔദ്യോഗികമായി ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദില്ലിയിൽ നിന്നും അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, വിവരങ്ങൾ. ശ്രീനിധി, നേരത്തെ തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ഹൈക്കമാൻഡിനെ കണ്ടിരുന്നു. ഈ ചർച്ചയുടെ ശേഷമാണ് ഇപ്പോൾ ഒറ്റ പേരിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പ്രധാനമായും ആര്യാടൻ ഷൗക്കത്തിനെ തന്നെയാണ് നേരത്തെ KPCCയുടെ ഒരു നിർദ്ദേശമായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു പേരിലേക്ക് തന്നെ ഒരു ഹൈക്കമാൻഡും ഒരു നിർദ്ദേശം എത്തിയിരിക്കുകയാണ്. അതായത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തായിരിക്കും സ്ഥാനാർത്ഥിയായിരിക്കുക. എന്തായാലും സ്ഥിരീകരിച്ചിട്ടുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ AICCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. KPCC നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം, അതായത് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് നിർദ്ദേശിച്ചുകൊണ്ടുള്ള കത്ത് AICCക്ക് കൈമാറിയിരുന്നു. പിന്നീട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ദില്ലിയിലെ ഹൈക്കമാൻഡ് നേതൃത്വവുമായി ചർച്ച നടത്തി. ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുമായാണ് ചർച്ച നടത്തിയത്. നിലമ്പൂരിലെ നിലവിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് ധരിപ്പിക്കുകയും ചെയ്തു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മല്ലികാർജുൻ ഖാർഗെയും അതോടൊപ്പം സോണിയാഗാന്ധിയെയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും മത്സരിക്കുക. അബ്ദുൾ റഷീദ് പറഞ്ഞതുപോലെ തന്നെ VS ജോയി ഒക്കെ തഴഞ്ഞുകൊണ്ടാണ് KPCC ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആ ഒറ്റ പേരിൽ തന്നെ ഇതാണ് ഹൈക്കമാൻഡ് ആ പേര് അംഗീകരിച്ചിരിക്കുകയാണ്, അല്ലെ? ശ്രീധി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നേരത്തെ VS ജോയിയുമായി സംസ്ഥാനത്തിനകത്തെ നേതാക്കളൊക്കെ തന്നെയും സംസാരിച്ചിരുന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് കേരളത്തിനകത്തെ വിവിധ നേതാക്കളൊക്കെ തന്നെയും അഭിപ്രായം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് VS ജോയിയെ ഒരു സംസാരിച്ച് ഇത്തരത്തിലൊരു നിലപാട് മാറ്റത്തിലേക്ക് കോൺഗ്രസ് പ്രധാനമായും എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും VS ജോയിയെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസിന്റെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായം കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിലുള്ള വിവിധ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വർക്കിംഗ് കമ്മിറ്റിയിൽ അടക്കം അംഗത്വമുള്ള നിരവധി പേർ അത്തരത്തിൽ, അതോടൊപ്പം KPCC അംഗത്വമുള്ളവരൊക്കെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനത്തിനകത്ത് തന്നെ നേരത്തെ VS ജോയുമായി വലിയ വിള്ളൽ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കൃത്യമായിട്ടുള്ള ഒരു യോഗം ചേരുകയും പിന്നീട് ഷൗക്കത്തിലേക്ക് എന്ന ഒരു തീരുമാനത്തിലേക്ക് KPCC എത്തുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് KPCC അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശം AICCയെ അറിയിക്കുകയായിരുന്നു. AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലാണ് ഹൈക്കമാൻഡ് നേതൃത്വവുമായി ഇക്കാര്യങ്ങളൊക്കെ തന്നെയും കൂടിക്കാഴ്ച നടത്തുകയും പിന്നെ അതുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിലേക്ക്, അതായത് ഈ പേരിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയുടെ പേരിലേക്ക് എത്തുകയും ചെയ്തിട്ട് നിലവിൽ ഇപ്പോൾ AICCയുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ശരി അബ്ദുൾ റഷീദ്, ഇപ്പോൾ സ്വാലിഹ് കൂടി ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിൽ നിന്നും സ്വാലിഹ് കൂടി ചേരുന്നുണ്ട്. സ്വാലിഹ്, ദൃശ്യങ്ങളിൽ കാണാം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന്റെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ കാണാം. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ? കൂടുതൽ വിവരങ്ങൾ. ഈ ഒരു സമയത്തിന് വേണ്ടി വലിയ മത്സരം അദ്ദേഹം സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി സ്വന്തം പാർട്ടിയിൽ നടത്തേണ്ടി വന്നു. ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നു. ആ വിവരം അറിയിക്കുന്ന പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം അഭിവാദ്യം അർപ്പിച്ച മുദ്രാവാക്യം വിളിക്കുന്നു. നിലമ്പൂർ മണ്ഡലം എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് പുറത്തേക്ക് പോയതായിരുന്നു. ഉടൻ ഇങ്ങോട്ടെത്തും, മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം, പ്രഖ്യാപനം വന്നതിന് ശേഷം കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതേസമയം ഭാഗത്ത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവസാന നിമിഷവും സമ്മർദ്ദം തുടർന്നിരുന്നു. പൂർണ്ണ പിന്തുണ സാധിച്ചിട്ടുണ്ട്. നിലപാടിലേക്കാണ് പോകുന്നതെന്ന് സംബന്ധിച്ച ഒരു ആശങ്ക UDF കേന്ദ്രങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്.
കോൺഗ്രസ് പ്രവർത്തകർ ആര്യാടൻ ഷൗക്കത്തിന്റെ അനുകൂലികൾ വലിയ ആവേശത്തിലാണ് ഇപ്പോഴുള്ളത്. സ്വാലിഹ് പറഞ്ഞതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ ഇപ്പോൾ ഹൈക്കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള എല്ലാ ആഹ്ലാദ പ്രകടനവും തന്നെ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീട്ടിൽ കാണുന്നു. അപ്പോഴും ശ്രദ്ധേയമായ കാര്യമാണ് VS ജോയിയെ തഴഞ്ഞ കാര്യവും അവിടെ ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്കറിയാം PV അൻവർ VS ജോയിക്ക് വേണ്ടി സംസാരിച്ചതും PV അൻവർ VS ജോയിക്ക് വേണ്ടിയുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് VS ജോയിയെ പാടെ തഴഞ്ഞുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് വരുന്നത്. ഇപ്പോൾ ഹൈക്കമാൻഡ് ആ പേരിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നതും പ്രഖ്യാപിച്ചിരിക്കുന്നതും. ഇക്കാര്യത്തിൽ VS ജോയിയെ തഴഞ്ഞു എന്ന് പറയാനാവില്ല. അദ്ദേഹം PCC പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ സീറ്റ് കൊടുക്കുന്നത്, അതായത് PV അൻവറിന്റെ ഭീഷണിക്ക് വഴങ്ങലാവും എന്ന ഒരു തീരുമാനം പൊതുവിൽ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം എടുക്കുകയുണ്ടായി. ഇതാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യം. അൻവറിന്റെ വിമർശനങ്ങൾ മുഖവിലക്കെടുക്കേണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ആര്യാടൻ ഷൗക്കത്തിലേക്ക് തന്നെ പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തെ വലിയ തോതിൽ സീറ്റില്ലെങ്കിൽ അദ്ദേഹത്തെ തന്നെ ഒരുമിച്ച് നിർത്താനുള്ള വലിയ ബുദ്ധിമുട്ട് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടാവും. ആര്യാടൻ ഷൗക്കത്തിനെ പോലെ മുതിർന്ന ഒരു നേതാവ് ഈ സമയത്ത് കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്നത് വലിയ ക്ഷീണം ചെയ്യും. എങ്ങനെയെങ്കിലും ഈ സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന് കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട്. കാരണം 3.5 പതിറ്റാണ്ടോളം ആര്യാടൻ മുഹമ്മദ് പ്രതിനിധീകരിച്ച മണ്ഡലമാണിത്. അത് തിരിച്ചു പിടിക്കണമെന്ന ഒരു വാശി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ചില നീക്കുപോക്കുകൾക്കൊക്കെ കോൺഗ്രസ് തയ്യാറായത്. ഒടുവിൽ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിൽ ഇത്രയേറെ എതിർപ്പുള്ള മറ്റൊരു നേതാവ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു നേതാവിനെ പ്രാദേശികമായി പോലും തീരെ അംഗീകാരമില്ലാത്ത, അതല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് വലിയ എതിർപ്പുകൾ നേരിടുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ ഒടുവിൽ തീരുമാനിച്ചത് അത് സംഘടനാ പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിക്കുക എന്ന ലക്ഷ്യം കൊണ്ട് മാത്രമാണ്.